കാനഡ ആകെ പെട്ട അവസ്ഥയിലാണ്. ജസ്റ്റിൻ ട്രൂഡോ ആകെ ഭയക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നു ഈ കാനഡയെ പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നൊക്കെയാണ് ഭീഷണി വരുന്നത്. ട്രംപിൻ്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ല. എന്ത് സംഭവിക്കും? ഈ ട്രംപ് ശരിക്കും വളരെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് വേണമെങ്കിൽ കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിക്കോളാൻ. പക്ഷേ ട്രംപ് ഒരിക്കലും അറ്റാക്ക് ചെയ്തിട്ട് കാനഡയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കില്ല. കാരണം എന്താ അറിയോ, ഈ കാനഡയെ തകർത്തുകൊണ്ട് സാമ്പത്തികമായൊക്കെ തകർത്തുകൊണ്ട് അവർക്കൊപ്പം കൂട്ടാനായിരിക്കും അമേരിക്ക ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ട്രംപ് പുതിയ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നതോടുകൂടി കാനഡയുമായുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലുണ്ട്. ഇപ്പോൾ ജോ ബൈഡൻ ആയിക്കോട്ടെ അല്ലെ ഒബാമ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ കാനഡയുമായി നല്ല ബന്ധം പുലർത്തി. പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോയുമായിട്ട് ബൈഡന് നല്ല ബന്ധമായിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന ട്രംപിന് ഈ ട്രൂഡോയെ അത്ര ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് പറയാണ് കാനഡ വേണമെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാം, എന്നിട്ട് ഈ ട്രൂഡോയ്ക്ക് അവിടുത്തെ ഗവർണർ പദവി നൽകാം. ശരിക്കും പറഞ്ഞാൽ ട്രംപ് അപമാനിക്കുക ചെയ്തത്. ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പറയാണ് നിങ്ങളെ ഞങ്ങളുടെ ഗവർണറാക്കാം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ ട്രൂഡോ ചില ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ രഹസ്യമായിട്ടൊക്കെ ട്രംപിനെ കാണാൻ ശ്രമിച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 25% നികുതി കൂടുതൽ ഏർപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചതായി വ്യക്തമാക്കി. അപ്പൊ ട്രംപ് ജനുവരി 20 പ്രസിഡന്റായിട്ട് സ്ഥാനമേക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവർക്ക് പണിയുണ്ടെന്നുള്ള കൃത്യമായ സൂചന നൽകി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അനധികൃത കുടിയേറ്റക്കാരൊക്കെ കയറി വരുന്നത് മെക്സിക്കോ, കാനഡ, ചൈനയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ വിപണനം ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു പണി കൊടുക്കണം. ഇവരിനി എന്തെങ്കിലും സാധനങ്ങൾ അമേരിക്ക വഴി വിൽക്കുകയാണെങ്കിൽ ഇവരുടെ താരിഫ് 25% വർദ്ധിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാൽ കാനഡയുടെ സാമ്പത്തിക നില അമ്പെ തകർന്നു പോകും. കാരണം നിലവിൽ കാനഡയുടെ ഡോളർ, കനേഡിയൻ ഡോളറിനൊക്കെ വില ഇടുക. ഇപ്പോൾ ഇവർ നിലനിൽക്കുന്നത് അമേരിക്കയുടെ സഹായമുള്ളത് കൊണ്ടും ഒപ്പം അമേരിക്കൻ ഡോളറിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടും ഒക്കെയാണ്. അതില്ലാതായി കഴിഞ്ഞാൽ വലിയ തകർച്ചയെ നേരിടും. അതുകൊണ്ട് ട്രംപിനെ ഒന്ന് രഹസ്യമായി കാണാനായിട്ട് ഈ ജസ്റ്റിൻ ട്രൂഡോ ട്രംപ് താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ട്രംപിനെ പോയി കാണുകയാണ്. എന്നിട്ട് ട്രംപും ട്രൂഡോയുടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു. ഞങ്ങൾ ഇപ്പോഴും ഒന്നാണ്, അമേരിക്കയും കാനഡയും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ബന്ധമുണ്ടെന്ന് കാണിച്ചു. എന്നിട്ട് ട്രംപുമായി ഡിന്നർ കഴിക്കുന്ന ഒരു ചിത്രങ്ങളൊക്കെ ഇട്ടു. ഡിന്നറിനൊക്കെ വിളിച്ചു. അപ്പോഴും ട്രംപ് പറഞ്ഞ ഇത്രയാണ്, അതായത് കാനഡ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറാകുന്നുണ്ടോ എങ്കിൽ കാനഡ 3-4 സ്റ്റേറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഗവർണർ പദവിയൊക്കെ നൽകാം. ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെങ്കിലും ശരിക്കും ട്രംപിനെ ഈ പറഞ്ഞ ട്രൂഡോയെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. ഇതെന്താണ് സംഭവിച്ചു വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായി കാനഡ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു. നരേന്ദ്രമോദി ചീത്ത വിളിക്കുന്നു, നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന കേസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുമ്പ് ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ബൈഡനും ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയും തമ്മിൽ ബന്ധമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഖലിസ്ഥാൻവാദികളുടെ, അതായത് ഇന്ത്യയിൽ നിന്ന് ചെന്ന ആളുകളുടെ പിന്തുണയോടെ, അതാണ് ഞാൻ പറയുന്നത്, ഈ കാനഡ കുറെ കാലമായിട്ട് ഈ ഖലിസ്ഥാൻവാദികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയും അവരെ ഇന്ത്യക്കെതിരായിക്കൊണ്ട് അവർ നിന്നോട്ടെ അല്ലെങ്കിൽ പ്രവർത്തിച്ചോട്ടെ എന്നുള്ള രീതിയിലേക്കൊരു മൗനാനുവാദമൊക്കെ ജസ്റ്റിൻ ട്രൂഡോ കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെ പ്രതികരിക്കാൻ ഈ ട്രംപിന്റെ വരവ് വലിയ സഹായമാവുകയും ചെയ്യും അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഈ ഖലിസ്ഥാൻവാദികളുടെ പിന്തുണയിൽ ബൈഡന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമുക്കെതിരെ തിരിയുന്നത്. നമ്മളൊന്നും ആലോചിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ വളരെ മോശം ഭാഷ ഉപയോഗിക്കുക, പിടിച്ച് അകത്തിടും, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? നയതന്ത്ര തലത്തിൽ കാണിക്കേണ്ട മര്യാദയൊന്നും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ജസ്റ്റിൻ ട്രൂഡോ കാണിക്കുന്നില്ല. ഇത് അദ്ദേഹത്തിന് വലിയ പരാജയമാണ്. മാത്രമല്ല ഇപ്പം ഈ അമേരിക്കയുടെ ഒരു GDP എന്ന് പറയുന്നത് ഏതാണ്ട് 29.2 ട്രില്യനാണ്. ഇവരുടെ TDP എന്ന് പറയുന്നത് 2.2 ട്രില്യനാണ്. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട്? അപ്പോൾ ഈ കാനഡയ്ക്ക് ഇനി അമേരിക്ക എതിർത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ട്രംപ് ഇങ്ങനെ പറയുന്നത് ഒരു പക്ഷേ സീരിയസ് ആയിട്ടാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇപ്പം നിലവിൽ ഈ കാനഡക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ജസ്റ്റിൻ ട്രൂഡോ അവിടുത്തെ ഭരണം നടത്തി മൊത്തം നശിപ്പിച്ചു, സാമ്പത്തികമായി അവരെ തകർത്തു, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, ഖലിസ്ഥാൻവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജ്യത്തെ ഒരു വിനാശകരമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ് കാനഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. 2ാം സ്ഥാനം കാനഡയ്ക്കാണ്. പക്ഷേ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 4.5 കോടി ജനങ്ങളെ ഉള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞ ജനസംഖ്യയും വലിയ ഭൂവിസ്തൃതിയുമുണ്ട്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത് നമ്മുടെ 4 ട്രില്യനാണ്. ഇത് അമേരിക്കയിലെ ഒരു സംസ്ഥാനം കാലിഫോർണിയ, അവരുടെ GDP 4 ട്രില്യനാണ്. അപ്പോൾ അമേരിക്ക അത്രയും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് അവരെ ചെറുത്ത് തോൽപ്പിക്കുക എളുപ്പമാണ്.
എളുപ്പമല്ല. അപ്പോൾ ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറും. നമുക്കറിയാം 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമൊക്കെ അമേരിക്ക ചില സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തും മറ്റു ചില സ്ഥലങ്ങൾ കാശ് കൊടുത്തും വാങ്ങിച്ചുമാണ് ഇന്ന് കാണുന്ന അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ വാങ്ങിയത് 1949 അലാസ്ക എന്ന് പറയുന്ന റഷ്യയുടെ ഭാഗമായ ഒരു സ്ഥലം വാങ്ങി. അപ്പോൾ ഈ റഷ്യയുടെ ഭാഗമായ അലാസ്ക വാങ്ങിയപ്പോഴുള്ള പ്രശ്നം, ഇപ്പുറത്ത് അമേരിക്കയുടെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ, അത് കഴിഞ്ഞ് നടുക്ക് ഈ പറയുന്ന കാനഡ വരും, അത് കഴിഞ്ഞാണ് അലാസ്ക. അപ്പൊ ഇതിന്റെ നടുക്കാണ് ഈ കാനഡ വരുന്നത്. അപ്പൊ ഈ കാനഡയും കൂടെ അമേരിക്കയുടെ കൂടെ ചേർന്നാൽ ഇതൊരു വലിയ ശക്തിയാവും. ഇത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി, സാമ്പത്തിക ശക്തി, പക്ഷെ ഏറ്റവും വലിയ രാജ്യമല്ല. അപ്പൊ ഏറ്റവും വലിയ രാജ്യമാകാനുള്ള ഒരു അവസരമാണ്. അപ്പം വേണമെങ്കിൽ കാനഡ ഒരു 3-4 സ്റ്റേറ്റ് ആയാൽ 54 സ്റ്റേറ്റ് ഉള്ള ഒരു വലിയ രാജ്യമായിട്ട് അമേരിക്കയ്ക്ക് മാറാം. ഇതാണ് ട്രൂഡോയുടെ അടുത്ത് പറയുന്നത്. അപ്പം അമേരിക്കയിലെ ജനങ്ങൾ, ഇതുപോലെ ലോകത്തെ ഒരു വലിയ രാജ്യമാകാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് ഇതിനോട് പിന്തുണയൊക്കെ ഉണ്ട്, സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ ഈ ട്രൂഡോയുടെ ഭരണത്തിൽ മുഷിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരും പറയുന്നു എങ്കിൽ ഞങ്ങളും അമേരിക്കയുടെ ഒരു ഭാഗമാകാം. അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ട്. പക്ഷേ ഈ ട്രൂഡോയെ അനുകൂലിക്കുന്ന അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, കാനഡയിലെ പൊളിറ്റിക്കൽ വിങ്, അത് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഇതിനെ അനുകൂലിക്കില്ല. കാരണം എന്താ അറിയോ, ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നതാണോ അമേരിക്ക പോലൊരു രാജ്യത്തെ സംസ്ഥാനമായി മാറുന്നതാണോ നല്ലത്? അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അനുകൂലിക്കില്ല. മാത്രമല്ല ഖലിസ്ഥാൻവാദികളും അതിനെ എതിർക്കുന്നു. ഇപ്പോൾ അവിടെ പറയപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അടക്കം നിരവധി ആളുകൾ കാനഡയിലേക്ക് പോകുന്നുണ്ട് പഠിക്കാൻ, അവിടെ കുടിയേറാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കാനോ ഒന്നും കഴിയുന്നില്ല. അവിടുത്തെ റെൻ്റൊക്കെ കുതിച്ചു വരുന്നു, വസ്തുവിൻ്റെ വില കുതിച്ചു വരുന്നു, തൊഴിലില്ലായ്മ കൂടുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ആൾക്കാർ ചെല്ലുമ്പോൾ എന്ത് ജോലിയും അവരവിടെ ചെയ്യുന്നു. പക്ഷെ അപ്പോൾ തദ്ദേശീയരായ ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ രാജ്യം മൊത്തം ഒരു അസമത്വത്തിലേക്ക് പോകുന്നു. ഇത് ട്രൂഡോയ്ക്കെതിരായ ഒരു വികാരം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഇലോൺ മസ്ക്, അതായത് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇലോൺ മസ്ക് ആണ് ട്രംപിന് വേണ്ടി പ്രചാരണ രംഗത്തൊക്കെ സജീവമായി ഉണ്ടത്. ഇനി ട്രംപ് അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തസ്തികയിൽ, അതായത് മന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു തസ്തികയിലേക്ക് ഇലോൺ മസ്കിന് സ്ഥാനമുണ്ട്, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇലോൺ മസ്കിന്റെ കമ്പനിയുമായിട്ട് ഈ കാനഡയ്ക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, നിയമപരമായ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ട്രംപ് ജയിച്ച ഉടനെ ഈ ഇലോൺ മസ്ക് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് ഇനി കാനഡയാണ് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ നല്ല കൂട്ടാണ്. അവരുടെ ചിന്താഗതികൾ ഒന്ന് തന്നെയാണ്, അവരുടെ ബിസിനസ് ആശയങ്ങൾ ഒരുപോലെയാണ്. അപ്പോൾ ഇവർ രണ്ടുകൂടെ ചേർന്ന് ഒരു പക്ഷേ ഈ ട്രൂഡോയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ കാനഡയെ ഞങ്ങൾ തകർക്കും, അല്ലെങ്കിൽ കാനഡ വേണേ അമേരിക്കയുടെ കൂടെ ചേർന്നു. ഇത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഇലോൺ മസ്കിന് ഇനി അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഒക്കെ ആയാൽ അല്ലേ, ട്രംപിന് വേണ്ടി ബിസിനസ്സുകാരായിരുന്നു അയാളായി. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ആകാമല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നു. അപ്പോൾ ട്രംപിന്റെ കൂടെ ഒട്ടി നിൽക്കുകയാണ്, കൂടെപ്പിറപ്പിനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനും ഇലോൺ മസ്ക് പറയുന്നതിനും ഒരേ വാല്യൂ ഇപ്പം ജസ്റ്റിൻ ട്രൂഡോ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇന്ത്യയെ ഉപദ്രവിച്ച് തുടങ്ങിയ ഈ പറയുന്ന കാനഡയ്ക്ക് അമേരിക്ക വഴി വമ്പൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇലോൺ മസ്കിന്റെ ഒരു പിന്തുണയില്ല. മാത്രമല്ല, ഇപ്പം ഇന്ത്യക്ക് എതിരായിട്ടുള്ളൊരു രാജ്യമാണ് ചൈന. പക്ഷെ നരേന്ദ്രമോദി ഒരിക്കലും ഷീ ജിൻപിങ്ങിനെ ചീത്ത വിളിക്കാറില്ല. ഷീ ജിൻപിങ് ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കാറില്ല. നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, പട്ടാളക്കാർ നമ്മൾ ഏറ്റുമുട്ടും, ചീത്ത വിളിക്കും. ഇതൊക്കെ അല്ലാതെ നയതന്ത്ര തലത്തിൽ കാണിക്കേണ്ട മാന്യത ഇന്ത്യയും ചൈനയും ഒക്കെ തമ്മിൽ പരസ്പരം കാണിക്കുന്നു, ലോകത്തെ എല്ലാ രാജ്യങ്ങളും കാണിക്കുന്നു. പക്ഷെ ട്രൂഡോ കാണിക്കുന്നില്ല. ട്രൂഡോ വളരെ മോശമായിട്ടല്ലേ, എന്താ പറയുക, ഇന്ത്യയുടെ വിമാനങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് പറയുന്നുണ്ട്, ഇന്ത്യക്ക് നേരെയുള്ള ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറയുന്നുണ്ട്. നാലാംകട പൊളിറ്റീഷ്യനെ പോലെ സംസാരിക്കുക. കറക്റ്റ്, നാലാംകട പൊളിറ്റീഷ്യൻ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന് ചേരാത്ത, ഒരു പ്രധാനമന്ത്രിക്ക് ചേരാത്ത, ഭരണത്തലവൻ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ഈ ട്രൂഡോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് കാനഡയെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് അല്ലെ. അപ്പോൾ ഇവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഒരു 1-1.5 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ കാനഡയെ പിടിച്ചെടുക്കാം. കാരണം അവിടെ സാമ്പത്തിക നില അപ്പോഴേ തകരും. തകരാതിരിക്കണമെങ്കിൽ അമേരിക്ക എല്ലാം സഹായം ചെയ്യണം. കാരണം അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റുകളുമായിട്ടും അതിർത്തി പങ്കിടുന്നത് കാനഡയാണ്. അപ്പോൾ കാനഡയ്ക്ക് എളുപ്പം ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അമേരിക്കയാണ്. ഈ തീരുവ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് വലിയ കോട്ടം സംഭവിക്കും. അത് കാനഡയുടെ സാമ്പത്തിക നിലയെ, അവരുടെ വളർച്ചയെ, അവിടുത്തെ ജനജീവിതത്തെ മുഴുവൻ സ്തംഭിപ്പിക്കും. അതുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇയാൾ ശ്രമിക്കുന്നത്. അതിന്റെ പരമായിട്ട് ട്രംപിനെ ആദ്യമായിട്ട് പോയി കാണുന്നു. അപ്പൊ G7 രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളാണല്ലോ പറയപ്പെടുന്നത്. അതിൽ ആകെ ട്രൂഡോയെ ആണ് ഈ പറഞ്ഞ ട്രംപിനെ ആദ്യമായിട്ട് പോയി കാണുന്നത്. അപ്പൊ ലോകം ചിന്തിച്ചത് ഇവർ തമ്മിലുള്ള നല്ല ബന്ധത്തിന്റെ തുടക്കമാണെന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാനഡ എന്ന് പറയുന്ന രാജ്യം തകർച്ചയിലേക്ക് നേരിടേണ്ടി വരും. മാത്രമല്ല, ഇപ്പൊ കാനഡയിൽ നിലവിൽ ഭരിക്കുന്നത് രാജാവാണ്. രാജാവിന് രാജഭരണകാലത്ത് അധികാരമൊന്നുമില്ല.
കാരണം അവിടുത്തെ പാർലമെന്ററി സംവിധാനങ്ങളൊക്കെയാണ്. പക്ഷേ ബ്രിട്ടനെ പോലെ, ന്യൂസിലൻഡിനെ പോലെ, ഓസ്ട്രേലിയയെ പോലെ ഏതാണ്ട് 15ഓളം രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് രാജാവാണ്. ഇവിടെയും രാജാവാണ്. അപ്പോൾ ഈ രാജാധികാരമൊക്കെ ഉള്ള സ്ഥിതിക്ക് അവരും ഈ ട്രംപ് പറയുന്നതിനോട് അനുകൂലിച്ചാൽ കാനഡ അമേരിക്കയുടെ ഭാഗമായിട്ട് തീരും. അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അവർ തന്നെ പേടിക്കുന്നുണ്ട്. മാത്രമല്ല US അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ കാനഡ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കാനഡയെ നമ്മുടെ ഒരു രാജ്യമാക്കി മാറ്റാമെന്നൊരു ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ജനസംഖ്യ 38-40 കോടി ആ റേഞ്ചിൽ വരും. അപ്പോൾ വലിയ രാജ്യമാണ്, സാമ്പത്തിക നിലയുണ്ട്, സൈനിക ശക്തിയുണ്ട്. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഉൽപ്പാദനം നടക്കും. ഇപ്പം കാനഡ പ്രത്യേകത അവിടെ ഓയിലുണ്ട്, മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ അവിടെ ഒരു വലിയ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാം. ഇപ്പം ചൈനയാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രി അത് ഒരു വലിയ വളർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ ഈ ഇന്ധനം, ഈ പറയുന്ന വൈദ്യുതിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മേഖലയിലും രാജ്യത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുമെന്ന് ട്രംപ് മുൻകൂട്ടി കാണുന്നു. അപ്പോൾ കാലാകാലങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഈ കാനഡയോട് അത്ര താല്പര്യമൊന്നുമില്ല. എന്നാൽ ചില ആളുകളൊക്കെ അതിനോട് യോജിച്ച് നിൽക്കുന്നു. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം പറഞ്ഞത്. അപ്പം നരേന്ദ്രമോദിയെ പിണക്കിക്കൊണ്ട് ഈ ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങി. പക്ഷേ തീർത്തു കൊടുത്തത് ആരാ? ഡൊണാൾഡ് ട്രംപ്. ട്രംപ് ജനുവരി 20 വരുന്നതേ ഉള്ളൂ. അപ്പോൾ 20 നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേര്, ഇല്ലെങ്കിൽ ഞങ്ങൾ കാനഡയെ കൂട്ടിച്ചേർക്കും. പക്ഷേ ഒരു ആക്രമണം നടത്തിയായിരിക്കില്ല ഇവർ കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും ഇനി കാനഡ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ 2ാമത്തെ രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു അവകാശവാദം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതെ, എന്തായാലും ഈ തന്ത്രപരമായി, അതായത് രക്തച്ചൊരിച്ചിലില്ലാതെ, ഒരു യുദ്ധമില്ലാതെ ഒരു രാജ്യത്തെ എങ്ങനെ തങ്ങളോടൊപ്പം ചേർക്കാമെന്നുള്ള ആ തന്ത്രം, ബിസിനസ് തന്ത്രം കൂടിയാണത്. ആ തന്ത്രമാണ് ഈ ട്രംപ് നടപ്പിലാക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഈ നിരന്തരമായി മോദിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സുനിതാ ദേവദാസിനൊക്കെ ഒരു പണിയാകും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ലല്ലോ. അതെ അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.